ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്നലെ കുട്ടിക്ക് ആധാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അക്ഷയയിൽ ചെന്ന് നോക്കുമ്പോൾ കൊപ്പത്ത് അക്ഷയയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് ആധാർ എടുക്കാൻ പറ്റൂല, കോളൊപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ കൊപ്പത്ത് തന്നെ ഒരു ഹലോട്ടി പറഞ്ഞിട്ടൊരു പുതിയ ചായക്കട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ചായ കുടിക്കാനായിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഫലാഫിലും പിന്നെ കുറച്ച് ചിക്കൻ പക്കോടി പിന്നെ ഓൾക്കൊരു കാടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ചായയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരൊക്കെ ബദാം മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ജ്വല്ലറിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പുലാമന്തോൾ ഇയർബാദ് ജ്വല്ലറിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുട്ടിക്ക് അവിടെ മാല ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഇതാണ് മാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മേടിച്ച് ഓളെ ലോക്കറ്റ് ഒന്ന് ശരിയാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതയിമേ ഇട്ട് നേരാക്കാൻ വേണ്ടിയുള്ള കഴുത്തിൽ തന്നെ ഇട്ടിട്ട് കൂട്ടിക്കൊടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർബാദ് ജ്വല്ലറിയുടെ നല്ല അടിപൊളി മോഡൽ സ്വർണ്ണങ്ങളുണ്ട് കേട്ടോ. എല്ലാതും നമുക്ക് കല്യാണത്തിന് ആവശ്യം. ഇതൊക്കെ അരപ്പവൻ്റെ നെക്ലസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിന് ചെയിനൊക്കെ നേരാക്കി കൊടുത്തിട്ട് ലോക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളെ കഴുത്തിലിട്ട് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നമുക്ക് കാത് കുത്തിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ കാത് കുത്തിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഒക്കെ പേടിയാണ് കാരണം. അപ്പോൾ അവിടുന്ന് ഒരു പറയുന്നുണ്ട് കാത് കുത്തിയാണെങ്കിൽ മിഠായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ പറയുകയാണ് മേമിൻ്റെ കാത് കുത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണം അവളോടിട്ട് ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾക്ക് മമ്മ വന്നപ്പോൾ ഒരു പർദ്ദ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പർദ്ദ ഒന്ന് നേരാക്കാണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ പ്ലാമന്തോളം ഒരു പർദ്ദക്കടയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അതവിടെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വെറുതെ അവിടെ പാട്ടും പാടിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് അടിച്ച് തന്നത് കേട്ടോ. അതിൻ്റെ അടിയിൽ ഒരു വർക്ക് ചെയ്യാനായിരുന്നു പർദ്ദൻ്റെ. ഓൾക്ക് കുറച്ച് ഇറക്കം കമ്മിയായിരുന്നു. അപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.